ഷീനൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് കൊത്തു പൊറാട്ടേൻ്റെ ഒരു റെസിപ്പിയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും നമുക്ക് വൈകുന്നേരത്തെ ഡിഷായാലും അടിപൊളിയാക്കി ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. അതിൽ ഓളാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ. അപ്പോൾ ഇതേ നമ്മുടെ കൊത്തു പൊറാട്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കടായി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി അതിൽ നമ്മൾ ഞാൻ വലിയ 2 ഉള്ളി നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പൊടിയായി അരിയണം കേട്ടോ. എന്നിട്ട് നമ്മളത് കടായിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൽ വേഗം വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി വരട്ടെ. എന്നിട്ട് അതിലേക്ക് നമുക്ക് പച്ചമുളക് കുഞ്ഞതായി അരിഞ്ഞിട്ട് കൊടുക്കാം. അതും നമുക്കൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ആവശ്യമായിട്ടുള്ള കുഞ്ഞതായ തക്കാളി, നമ്മൾ ഒരു 1.5 തക്കാളി എടുത്താൽ മതിയാവും. അതെടുത്തിട്ട് ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മുടെ തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞ് കിട്ടണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത്. നമുക്ക് ആവശ്യമായിട്ടുള്ള വേവ് മതിയാവും കേട്ടോ. ഇനി ഇളക്കി കൊടുക്കുകയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കോഴിമുട്ടയാണ് കേട്ടോ. അത് നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് പൊടിയായി പോകും. അപ്പം നമുക്ക് അത് ഇട്ട് കൊടുത്തൊന്നും കാണില്ല. അപ്പം നമ്മൾ ആവശ്യമായിട്ടുള്ള ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നമ്മളത് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായി ഇളക്കണം പറഞ്ഞാൽ മുട്ട ഉടയരുത്. ഇത്തിരി ആവശ്യമായിട്ടുള്ള ഇളക്കിയാൽ മതി. എന്നിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പൊറാട്ട കുഞ്ഞതായി അരിഞ്ഞ് വെച്ചതുണ്ട് കേട്ടോ, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം പാടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് വീട്ടിൽ പൊറാട്ട ബാക്കി വന്നാലും അങ്ങനെ നമുക്ക് എന്തെങ്കിലും ആവശ്യമില്ലാണ്ട് പൊറാട്ട ഇരിക്കണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഡിഷ് തയ്യാറാക്കുന്നതാണ് കേട്ടോ. ഇനി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അതിലേക്ക് ചിക്കൻ ഗ്രേവി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ ഗ്രേവി അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രേവികൾ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മീറ്റ് മസാല അല്ലെങ്കിൽ മസാലയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള കൊത്തു പൊറാട്ട. അതിന് ശേഷം ഞാനൊന്ന് സേവ് ചെയ്ത് കാണിച്ചു തരാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ പ്ലീസ് ലൈക്ക് ചെയ്യണേ. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.